ഡയറ്റീഷ്യനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പം ഈ ഭക്ഷണം കഴിക്കുന്നതന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ സ്വിഗ്ഗി വഴിയും അല്ലേ ഓർഡർ ഇട്ട് പുറത്തുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് ആൾക്കാർ. അതിന് ആശുപത്രികൾക്ക് ഗുണകരമാവുന്നുണ്ട്. ഒരുപാട് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. ആക്ച്വലി നേരത്തെ ഇപ്പം നമ്മളൊരു ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഏജ് കഴിയുമ്പോഴാണല്ലോ ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ അത് ടൈപ്പ് 1 ഡയബറ്റീസ് ഒന്നുമല്ല, അല്ലാത്ത ഡയബറ്റിക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് മേ ബി ലാക്ക് ഓഫ് അവയർനെസ് പറയാൻ പറ്റില്ല, നേരമില്ലായ്മോ പാരൻസിൻ്റെതായ തിരക്കുകളോ പല കാര്യങ്ങളോ എല്ലാം ഈ പ്രോസസ്ഡ് ഫുഡ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കഴിക്കുന്നത് ഒരുപാട് ഷുഗർ കണ്ടന്റുള്ള സാധനങ്ങൾ, ഫാറ്റ്സ്, ഇതൊക്കെയാണ്. അപ്പം നമ്മളിത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇതൊരു അവയർനെസ് കൊടുത്ത് തന്നെ ഇപ്പോൾ വളരുന്ന, അതായത് ഈ ജനറേഷൻ, ഈ കൊച്ചുകുട്ടികൾ തുടങ്ങിയിട്ട് നമ്മളൊരു അവരുടെ പാരൻസിനൊക്കെ നമ്മളൊരു അവയർനെസ് കൊടുത്തിട്ട് നമുക്ക് മാറ്റേണ്ടതായ ഒരു സംഗതിയാണ്. കാരണം ആരോഗ്യം എന്ന് പറയുന്നത് ഇന്നത്തേക്ക് മാത്രമോ നാളത്തേക്ക് മാത്രമല്ല, നമ്മളുള്ളിടത്തോളം നമ്മുടെ കൂടെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. കാരണം കൊളസ്ട്രോൾ, അത് ഡിസ്ലിപ്പിഡീമിയ, ഷുഗർ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. നമ്മുടെ ഒരു കാലത്ത് നമ്മൾ സമീകൃത ആഹാരം, അപ്പൊ ജേക്കബ് വടക്കഞ്ചേരിയൊക്കെ ഒരു കാലത്ത് ബാലൻസ് ഡയറ്റിന്റെ ഒക്കെ ആളായിരുന്നു അല്ലേ. അപ്പം ഇന്നിപ്പോൾ സമീകൃത ആഹാരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ ഇയാളെന്തോ ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയ ആളല്ലെന്നൊരു ഇതിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതേസമയം ഈ പഴങ്കഞ്ഞിക്കൊക്കെ മാർക്കറ്റ് ഓടിയ കാലം, ഞാൻ പണ്ട് നമ്മളെയൊക്കെ കളിയാക്കി വിളിക്കാൻ വേണ്ടി ഇവരൊരു പഴങ്കഞ്ഞിയായി പോലും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് അതേ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ചിലപ്പോൾ ഈ പഴങ്കഞ്ഞിയൊക്കെ ഇടുന്നുണ്ട്. തട്ടുകട എന്നെഴുതി വെച്ച വലിയ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷനായത്, ക്രൈസിസ്. ബിക്കോസ് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ലതാണ്, കാരണം അതൊരു പ്രോബയോട്ടിക് ആണ്, നമ്മുടെ വയറിന് നല്ലതല്ല. പഴങ്കഞ്ഞി കുടിക്കണമല്ലേ, നല്ലതാണ് ആക്ച്വലി പ്രോബയോട്ടിക്. ബിക്കോസ് എല്ലാവരും കേട്ടല്ലോ, എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് ഇത് പഴങ്കഞ്ഞി കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെപ്പോഴും ഒരു ഡയറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരു ഡയറ്റ് കൊണ്ടുപോകാം. അതിൻ്റെ അകത്ത് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ് വേണം, പക്ഷെ അത് സെലക്ട് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനത്തെ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇപ്പോൾ സിമ്പിൾ ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുക, പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള ദാറ്റ് ഈസ് ഹോൾ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ തിയറട്ടിക്കൽ ആസ്പെക്ട്സിൽ പറയും, പക്ഷെ ഇത് പ്രാക്ടിക്കലി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഇതൊക്കെ പാലിക്കാറുണ്ടോ? നമ്മൾ പാലിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.